എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്യാണ്, വല്ലുഹ വല്ലൈലി ഇദാ സജ. ലുഹ എന്നൊരു നേരമുണ്ടല്ലോ, ഉച്ച സമയത്തിന്റെ തൊട്ട് മുമ്പുള്ള ഒരു സമയം, അതൊരു സത്യമാണ് എങ്കിൽ അതുപോലെ സത്യമാണ് ഇനി പറയുന്ന കാര്യം. വല്ലൈലി ഇദാ സജ, രാത്രി മൂടിക്കെട്ടുമ്പോൾ ശാന്തമാകുമ്പോൾ അതൊരു സത്യമാണോ? രാത്രി എന്നതൊരു സത്യമാണെങ്കിൽ ഇനി പറയാനിരിക്കുന്നത് സത്യമാണ്. എന്നിട്ട് പറയാം, മാ വദ്ദഅക റബ്ബുക വമാ ഖല. നിന്റെ റബ്ബ് നിന്നെ ഒരിക്കലും വെറുക്കൂല. നിന്റെ രക്ഷിതാവേ നിന്നെ ഒരിക്കലും വെറുക്കൂല, നിന്നെ ഒരിക്കലും കൈവിടുകയുമില്ല, നിന്നെ ഒരിക്കലും കൈവിടില്ല. വലൽ ആഖിറ ഖൈറുൽ ലക മിനൽ ഊല. ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത് വരാനിരിക്കുന്ന ലോകമാണ്. വരാനിരിക്കുന്ന ലോകമാണ് ഈ ലോകത്തേക്കാൾ നിനക്ക് നല്ലത്. വലസൗഫ യുഅതീക റബ്ബുക ഫതർദ. നിന്റെ റബ്ബ് നിനക്ക് തരുടോ, എന്തിനാ നീ പേടിക്കുന്നത്? ഇവിടെ കിട്ടാത്തതൊക്കെ നിനക്ക് അവിടെ കിട്ടും. അവിടെ കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഇവിടെ നഷ്ടപ്പെട്ടതൊക്കെ അവിടെ തരും. അവിടെ കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. നിനക്ക് തരും. തന്നു കഴിഞ്ഞാലോ ഫതർദ, അപ്പൊ നിനക്ക് സന്തോഷമാകും. അലം യജ്ദിക യതീമൻ ഫആവ. നീ ഒരു അനാഥനായിരുന്നില്ലേ, നിനക്ക് അഭയം നൽകിയില്ലേ നിന്റെ റബ്ബ്. വവജദക ദാല്ലൻ ഫഹദ. നീ വഴികെട്ടവനോ വഴിയിൽ അറിയാത്തവനോ വഴികേടിലോ ആയിരുന്നില്ലേ, അവിടെ നിന്ന് നിന്നെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നില്ലേ നിന്റെ നാഥൻ. വവജദക ആഇലൻ ഫഅഗ്ന. നിന്നെ അലഞ്ഞു തിരിയുന്നവനായി കണ്ടില്ലേ, നിനക്ക് ഐശ്വര്യം നൽകിയില്ലേ. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ. അതുകൊണ്ട് അനാഥനായൊരു കുട്ടി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിന്റെ നാട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നീ അവനെ അവഗണിക്കരുത്. നിന്റെ ഉത്തരവാദിത്തമാണ് ആ കുട്ടിയും. വഅമ്മസ്സായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്ന ഒരാളെയും എന്തെങ്കിലും നൽകിയിട്ടല്ലാതെ നീ അയാളെ പറഞ്ഞയക്കരുത്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിന്റെ റബ്ബ് നിനക്ക് നൽകിയിരിക്കുന്ന നിഅമത്തുകളില്ലേ, അതിനെക്കുറിച്ച് നീ പറയണം. നിന്റെ റബ്ബ് നിന്നെ കൈവിടുകയില്ല എന്ന് നീ പറയണം. നിന്റെ റബ്ബ് നിനക്ക് കോരിച്ചൊരിഞ്ഞു തന്ന, നിന്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തന്ന റഹ്മത്തുകളെക്കുറിച്ച്, നിഅമത്തുകളെക്കുറിച്ച് നീ പറയണം. സംസാരത്തിൽ അത് പറയണം. അള്ളാഹുവിന്റെ നിഅമത്തുകളെക്കുറിച്ച് പറയണം. ഏത് തരത്തിലുള്ള പ്രതിസന്ധികളിലും അള്ളാഹുവിന്റെ കാരുണ്യമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ദൈവത്തെക്കുറിച്ച് പറയാൻ വിശുദ്ധ ഖുർആൻ ഏറ്റവും ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ് റഹ്മാൻ, റഹീം, അർഹമുർ റാഹിം. ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ട്. ഏറ്റവും വലിയ കാരുണ്യം, കാരുണ്യത്തിന്റെ ഏറ്റവും വലിയൊരവസ്ഥയാണ്. ഏറ്റവും പരമ കാരുണ്യവാൻ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരാള് കാരുണ്യമില്ലാതെ വേറെന്തെങ്കിലും തരുമോ? കാരുണ്യമല്ലാതെ വേറെന്തെങ്കിലും തരുമോ? അങ്ങനെയുള്ള ഒരാള് നമുക്കൊരു പക്ഷേ കാരുണ്യമായിട്ട് തോന്നണമെന്നില്ല. രോഗങ്ങളാകാം, പ്രതിസന്ധികളാകാം, വേദനകളാകാം. ഇപ്പൊ തുരുമ്പ് പിടിച്ചൊരു കത്തി നമ്മളൊരു കൊല്ലന്റെ ആലയിൽ കൊണ്ടുപോയിട്ട് ഇതൊന്ന് മൂർച്ച കൂട്ടി തരണം എന്ന് പറഞ്ഞാൽ അയാൾ ആദ്യം ചെയ്യുന്ന എന്താണ്? ആ കത്തി എടുത്തിട്ട് തീയിലേക്ക് വെക്കുക ചെയ്യുന്നു. തീയിലേക്ക് വെച്ച് ചുട്ട് പഴുത്ത് ചുവന്നതിന് ശേഷം ആ കത്തി പുറത്തേക്ക് എടുത്തിട്ട് പിന്നെ ചെയ്യുന്ന എന്താണ്? അയാളെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അതിനെ അടിച്ച് പരുവപ്പെടുത്തുക ചെയ്യുന്നു. ആ അടിച്ച് പരുവപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം വെള്ളത്തിൽ മുക്കിയിട്ട് അതിങ്ങനെ പുറത്തെടുത്തിട്ടൊന്ന് മിനുസപ്പെടുത്തിയാൽ എത്ര സുന്ദരമായിരിക്കും ആ കത്തി, എത്ര മൂർച്ചയുള്ളതായിരിക്കും ആ കത്തി, എത്ര ഭംഗിയായിരിക്കും അതിനെ കാണാൻ, എത്ര ശക്തിയായിരിക്കും അതിന്. എങ്ങനെയാണ് ആ ശക്തി കിട്ടിയത്? എങ്ങനെയാണ് ആ മൂർച്ച കൈവന്നത്? അതിന് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോഴാണ്, അത് ചിലതൊക്കെ അനുഭവിച്ചപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന വേദനകളാകട്ടെ, രോഗമാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, അവിടുന്നാണ് നമ്മളായത്. അവിടുന്നാണ് നമ്മളായത്. ഈ ഒരു ഉൾവെളിച്ചമാണ് യഥാർത്ഥത്തിൽ ഖുർആൻ തരുന്നത്. ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും യാദൃച്ഛികമല്ല എന്നൊരാൾ മനസ്സിലാക്കുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സമാധാനമാണ്. കാസർഗോഡുള്ള ഒരു സഹോദരി പറഞ്ഞതാണ്, നമ്മോട് നേരിട്ട് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഭർത്താവ് പെട്ടെന്നൊരു സ്ട്രോക്ക് വന്നിട്ട് മരിച്ചുപോയി. പിന്നെ 2 ആൺകുട്ടികളുണ്ട്. അവര് വീടിന് തൊട്ടടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോയതാണ്. 2 മക്കളും ആ പുഴയിൽ മുങ്ങി മരിച്ചു. ജീവിതത്തിന്റെ നടുക്കടലിൽ ഒറ്റപ്പെട്ടു പോയൊരു ഉമ്മയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. അവർ പറയാണ്, ഈ ഖുർആൻ പഠിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ലോകത്തുണ്ടാവില്ല, ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഉദിരംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ഒരാളുണ്ട്, ഭാര്യ മരിച്ചു, കിണറിൽ വീണിട്ട് ഭാര്യ മരിച്ചു, മകൻ മരിച്ചു, മകളും മരിച്ചു.
പനി വന്നിട്ട് മകൻ മരിച്ചു, ഒരു ആക്സിഡൻറ്റിൽ മകളും മരിച്ചു. അയാളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും ആലോചിച്ചു. ഇവരുടെ ചെറിയ കുട്ടികളെ ഈ വല്യപ്പയുടെ കയ്യിലുള്ളത്. അദ്ദേഹം പറയാണ്, എനിക്ക് സമാധാനം ഖുർആൻ മാത്രമാണ്. ഇത് വെറുതെ പറയുന്നതല്ല, അദ്ദേഹത്തിന് ഖുർആൻ മാത്രമേ സമാധാനം ഉണ്ടാവൂ. നമുക്ക് സമാധാനമായിട്ടോ സന്തോഷമായിട്ടോ തോന്നുന്ന ഒന്നും അദ്ദേഹത്തിന് സന്തോഷമായിട്ടോ സമാധാനമായിട്ടോ അനുഭവിക്കാൻ കഴിയില്ല. നമുക്ക് സന്തോഷം തോന്നുന്ന ചില കാഴ്ചകൾ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കൂല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവനും മൂടിക്കെട്ടി നിൽക്കുന്ന ദുഃഖം കൊണ്ട്, ഘനീഭവിച്ച് കിടക്കുന്ന സങ്കടം കൊണ്ട് അയാൾക്ക് ഒരു സന്തോഷവും സന്തോഷമായിട്ട് തോന്നൂല. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഖുർആൻ മാത്രമാണ് എനിക്ക് സമാധാനം തരും. ഖുർആനിൻ്റെ വാഗ്ദാനമാണത്. ആ സമാധാനം നമുക്ക് തരുന്നുള്ളൂ. കുവൈത്തിലുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായൊരു അനുഭവം. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഓരോ മാസവും സ്കാൻ എടുക്കുമ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പമില്ല എന്ന് പറയും. അവസാനം സ്കാൻ എടുത്ത സമയത്ത് ഡോക്ടർ പറയാണ്, 9ാമത്തെ മാസം സ്കാൻ എടുത്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പങ്ങളാണ്, എന്ത് പറ്റിയെന്നറിയില്ല, നോർമലായ ഒരു ഡെലിവറിക്കുള്ള സാധ്യത വളരെ കുറവാണ്, സിസേറിയൻ വേണ്ടി വരുന്നത്. ഈ കുടുംബത്തിൻ്റെ സന്തോഷമൊക്കെ ഒരു നിമിഷം കൊണ്ടാണ് ചോർന്നു പോവുകയാണ്. വല്ലാത്ത സങ്കടം. അങ്ങനെ സിസേറിയന് വേണ്ടിയിട്ട് ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ ദിവസം ഇവര് ഒരുങ്ങുകയാണ്. ഒരുങ്ങിയെല്ലാം റെഡിയായി നിൽക്കുന്ന സമയത്ത് ആ കുടുംബത്തിലെ ഒരാൾ പറഞ്ഞു, അല്ല നമുക്ക് തന്നെയാണല്ലോ ഇങ്ങനെയുള്ളൊരു പ്രയാസം തന്നത്, പക്ഷെ നമ്മളെ തന്നെയാണല്ലോ ഇതിനെ തിരഞ്ഞെടുത്തത്. ഇത് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞതാണ്, ഖുർആൻ പഠിച്ച പെൺകുട്ടി, 20 or 21 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി. അവൾ പറയാണ്, അങ്ങനെ പറയാൻ പാടില്ലല്ലോ, അങ്ങനെ അള്ളാഹിനെ കുറിച്ച് നമ്മൾ പറയാൻ പാടില്ലല്ലോ. ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ പഠിച്ചവൻ. ആ പഠിച്ചവൻ എൻ്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേ എന്ന് അവൾ പറഞ്ഞതാ. ഒന്ന് തിരിഞ്ഞു കിടന്നാൽ പോരെ, ആ കുട്ടി ഒന്ന് തിരിഞ്ഞു വന്നാൽ സുഖപ്രസവമായിരിക്കും. അവൾ പറയാണ്, ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ റബ്ബിന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു കടത്താൻ കഴിയൂലേ എന്ന് പ്രാർത്ഥനാമുറിയിലേക്ക് ഓടിച്ചെന്ന് അള്ളാഹുവിൻ്റെ മുന്നിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളായിട്ട് അവൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേൾക്കാൻ ആ റബ്ബ് അവിടെ ഉണ്ടായിരുന്നു. ആ പ്രാർത്ഥന കേൾക്കാനേ ആ റബ്ബ് അവിടെ ഉണ്ടായിരുന്നു. ആ റബ്ബിനെ പ്രതീക്ഷിക്കുന്നവർക്ക് ആ റബ്ബ് കൂടെ ഉണ്ടാവും. വലനബലുവന്നക്കും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ വലനബലുവ അഖ്ബാറക്കും. ഖുർആൻ പറഞ്ഞതാ, പരീക്ഷണം മാത്രം തരുന്നല്ല പറഞ്ഞത്, നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നോക്കും, നിങ്ങളുടെ സംസാരങ്ങളെയും പരീക്ഷിക്കുന്നുണ്ട്. ഇവളുടെ സംസാരം അല്ലാഹ് പരീക്ഷിച്ചു. ഇവളെന്താ പറഞ്ഞത്? എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ടാവും. ആ റബ്ബ് കൂടെ ഉണ്ടായി. ഡോക്ടർ പോലും പറഞ്ഞത് എന്ത് മിറക്കിളാണ് സംഭവിച്ചതെന്ന്. സുഖപ്രസവമായിരുന്നു. ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്. 3 വയസ്സുകാരനായ ആ കുട്ടി ചുറുചുറുക്കോടുകൂടി ഇന്ന് കുവൈത്തിൽ ജീവിക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയുടെ അങ്ങേയറ്റമായ ചെങ്ങരംകുളത്ത് താമസിക്കുന്ന ഒരു കുടുംബമാണത്. എന്താണിത്? ഇത് ഖുർആൻ പഠിക്കുമ്പോഴാണ് അറിയണത്. ഇന്നലെ പ്രസംഗം കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞതാ, എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരാൾ പിന്നെ മയക്കുമരുന്ന് കേസിൽ കുവൈത്തിൽ പിടിയിലായി. ആ കേസിൽ പിടിക്കപ്പെട്ടാലുള്ള അവസ്ഥ നമുക്കറിയാം. സ്വാഭാവികമായിട്ടും അദ്ദേഹം കല്യാണം കഴിച്ച ഉടനെയാണ് സംഭവം. അപ്പോൾ ഈ പെൺകുട്ടിയോട് കുടുംബങ്ങളൊക്കെ പറഞ്ഞു, 1-2 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഒരിക്കലും തിരിച്ചു വരൂല, നീ വേറെ കല്യാണത്തിന് ഒരുങ്ങണമെന്ന്. ആൾ പറഞ്ഞു, ഞാനൊരുങ്ങൂല, തിരിച്ചു വരും. തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അവൾ പറഞ്ഞതാ, ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കും, അതാണ് എനിക്ക് അഭയം. തിരിച്ചു വന്നില്ലെങ്കിലും ആ പ്രാർത്ഥന കൊണ്ട് ഞാൻ സന്തോഷിക്കും. 6 മാസം പോലും കഴിഞ്ഞിട്ടില്ല. അതിനിടക്കാണ് കുവൈത്ത് സദ്ദാം ഹുസൈൻ പിടിച്ചടക്കിയ ഉടനെ ആദ്യം അദ്ദേഹം ചെയ്യുന്നത് എല്ലാ ജയിലുകളും തുറന്നിട്ടാണ്. സുന്ദരമായി അദ്ദേഹം നാട്ടിലേക്ക് വന്നിറങ്ങി. ഒരു കാര്യം കൊണ്ട് വേറൊരു ഗുണം അള്ളാഹു ഒരാളുടെ ജീവിതത്തിൽ നൽകുകയാണ്, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നൽകുക. കാരണങ്ങളെ അള്ളാഹു ഉണ്ടാക്കും. കാരണങ്ങൾ ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെടും. നമ്മളറിയാത്ത വിധം നമുക്ക് വഴികൾ തുറന്നു തരുന്നു. അള്ളാഹ് പറഞ്ഞതാണിത്. ഞങ്ങളുടെ നാടിന് തൊട്ടടുത്തുള്ളൊരു പ്രദേശമാണ് മഞ്ചേരിക്കടുത്തുള്ള ആനക്കയം എന്ന് പറഞ്ഞു. നമ്മൾ സ്വഹാബികളുടെ ചരിത്രവും ചരിത്രത്തിൽ നിന്നുള്ള കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. അതല്ല, നമ്മുടെ ഇടയിൽ ജീവിക്കുന്നവർ എങ്ങനെയാണ് ഇത് അനുഭവിക്കുന്നത് നമുക്ക് അറിയണം. നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെങ്ങനെയാണ് ഈ മഴയെ അനുഭവിക്കുന്നത് എന്നറിയണം. ഈ കാരുണ്യത്തിൻ്റെ മഴയെ എങ്ങനെയാണ് അവർ അനുഭവിക്കുന്നത് നമുക്കറിയണം. 2 കിഡ്നിയും ഫെയിലിയറായി ഭാര്യയ്ക്ക്. അപ്പോൾ ഡോക്ടർ പറയാണ്, വളരെ പെട്ടെന്ന് നിങ്ങളത് മാറ്റിവെക്കണം, ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, എത്ര പെട്ടെന്ന് കഴിയും അത്രയും പെട്ടെന്ന്. അപ്പോൾ ഈ ഭാര്യ പറയണം, ആയിക്കോട്ടെ, പക്ഷേ എനിക്കൊരു ഉംറ ചെയ്യണം.
അത് കഴിഞ്ഞ് വന്നിട്ട് മതിയെന്നത്. അങ്ങനെ ഉംറയ്ക്ക് വരികയാണ് അവർ. ഉംറ എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥന. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥന. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥന. ആ പ്രാർത്ഥിക്കാനുള്ള ഓരോ അവസരങ്ങളാണ്. അവർ ഉംറയിൽ നിറയെ പ്രാർത്ഥനയായിരുന്നു. പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞു അവരുടെ ആ തീർത്ഥാടനം. അങ്ങനെ തിരിച്ച് നാട്ടിലേക്കെത്തി. മാറ്റിവെക്കാനുള്ള ഒരുക്കങ്ങളാണ്. ആ ഒരുക്കങ്ങൾക്കിടയിൽ ഡോക്ടർ പറഞ്ഞു ഒന്ന് ഡയഗ്നോസ് ചെയ്യണമെന്ന്. ഡയഗ്നോസ് ചെയ്തു. ഡോക്ടർ പറയാണ് 2 കിഡ്നിക്ക് ഒരു കുഴപ്പം കാണില്ല. വിശ്വസിക്കും നിങ്ങൾ? വിശ്വസിച്ചേ മതിയാവും. അത്ഭുതങ്ങൾ സംഭവിക്കും, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കും നമ്മൾ. അതേ സ്ഥലത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, വളരെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം. 9 വർഷം മക്കളില്ലായിരുന്നു. 9 വർഷം കിട്ടാവുന്ന എല്ലാ ചികിത്സകളും നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണം ഉണ്ടായതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ചെന്ന് കയറി ഇറങ്ങിയിട്ടുണ്ട്. അവസാനം കൊടുങ്ങല്ലൂരിലെ ഒരു ചികിത്സാലയത്തിൽ 2 വർഷം കിടന്നു. പൈസ ഒക്കെ തീർന്നുപോയി. പണം തീർന്നതുകൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ അദ്ദേഹം പറയാം, പണം ഇല്ലാത്തതുകൊണ്ട് ചികിത്സിക്കാൻ വകയില്ല. ഞങ്ങളുടെ തഹജ്ജുദിന്റെ ഇതായിരുന്നു പിന്നീടുള്ള രാത്രി മുഴുവനും പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ നിറച്ചു വന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ എന്ന് അവർ പറഞ്ഞ 3 ചുറുചുറുക്കുള്ള മക്കളുണ്ട് ഇന്നവന്. ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥന കൊണ്ട് വിസ്മയങ്ങൾ സൃഷ്ടിക്കപ്പെടും. ദൈവവിശ്വാസത്തിന്റെ കരുത്തിൽ അസാധാരണമായ അനുഭവങ്ങൾ നമ്മളറിയും. അള്ളാഹുവിൻ്റെ പരമമായ കാരുണ്യം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ കാണും. ഇത് പറയാനും പ്രസംഗിക്കാനും എഴുതാനുമുള്ള കാര്യമല്ല, നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നമ്മൾ അനുഭവിക്കും. അള്ളാഹു റഹ്മാനാണ്, എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല എന്ന്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എത്താൻ നമ്മുടെ ഖുർആൻ പഠനം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യവാന്മാരാണ് നമ്മൾ. ആകാശത്തിന് ചുവട്ടിൽ ഏറ്റവും നല്ല ഭാഗ്യവാന്മാർ. അള്ളാഹു ആ ഭാഗ്യവാന്മാരെ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വെറുതെയുടെ സന്ദേശമല്ല, സ്നേഹത്തിൻ്റെ സന്ദേശം. നമ്മൾ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ കണ്ണാടിയിൽ നമ്മളെങ്ങനെ കാണാം? നമ്മുടെ മുഖത്തെ അഴുക്ക് കാണാം, നമ്മുടെ സൗന്ദര്യം കാണാം, നമ്മുടെ ശരീരത്തിലെ ചെളിപ്പാടുകൾ കാണാം. ഇതുപോലെ ഖുർആനിൻ്റെ മുന്നിലേക്ക് ചെന്ന് നിന്നാൽ നമുക്ക് നമ്മളെ എങ്ങനെ കാണാം? നമ്മുടെ ജീവിതത്തിലെ അഴുക്കുകൾ കാണാം. നമ്മുടെ ജീവിതത്തിൽ തങ്ങി നിൽക്കുന്ന ചെളിപ്പാടുകൾ ഖുർആൻ നമുക്കിങ്ങനെ കാണിച്ചു തരും. നമ്മളെ ഖുർആൻ നമുക്ക് കാണിച്ചു തരും. അയാളുടെ ജീവിതമാകെ ഇരുട്ടിലായിരിക്കും. ആ വെളിച്ചമെങ്ങാനും വന്നു കഴിഞ്ഞാലോ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു പ്രകാശമുണ്ട്, വല്ലാത്തൊരു പ്രകാശം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, നാട്ടിൽ അദ്ദേഹം വളരെ മോശമായൊരവസ്ഥയിൽ ജീവിക്കായിരുന്നു. എല്ലാ കുരുത്തക്കേടിലും അദ്ദേഹം ഉണ്ടായിരുന്നു. എല്ലാ തിന്മകളിലും, തിന്മ നിറഞ്ഞ കമ്പനികളിലും അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ സ്വൈരക്കേട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതാണ് വാപ്പ. അപ്പം അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറയാണ്, ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിലേറെ സൗകര്യങ്ങളാണ്. നാട്ടിൽ എന്നെ ശാസിക്കാൻ കുറച്ച് ആളുകളുണ്ട്, ഇവിടെ അതിന് പോലും ആളില്ല. എല്ലാ സൗകര്യങ്ങളും എൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ അതിനിടക്കാണ് ഒരാൾ വന്നിട്ട് എനിക്കൊരു ഖുർആൻ പരിഭാഷ കൊണ്ടുവന്നത്. ഞാനതിങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിത് മനസ്സിലാക്കാൻ വൈകിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഖുർആൻ പഠിക്കാൻ ഞാൻ തുടങ്ങണം. ഖുർആൻ പഠിക്കാൻ തുടങ്ങിയതോടുകൂടി അദ്ദേഹം പറയാം, അള്ളാഹുവിനെ മനസ്സിലായതോടുകൂടി എൻ്റെ മനസ്സിന് കൈവന്നൊരു ശക്തിയുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധിയല്ലാതായി മാറി. അദ്ദേഹമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ വാക്ക് പറഞ്ഞത്. ഒരു ഹവായി ചെരുപ്പും കുറച്ച് വസ്ത്രമായിട്ടാണ് ഞാൻ ഈ ജിദ്ദയിൽ വന്നിറങ്ങിയത്. എന്തിനാ പേടിക്കുന്നത്? ഏത് നിയമങ്ങൾ വന്നാലും എന്തിനാ പേടിക്കുന്നത്? അള്ളാഹു എനിക്ക് തന്നിട്ടേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ഓതിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദുഹ എന്ന ചെറിയൊരു അധ്യായമാണ്. ഖുർആൻ മനുഷ്യനെ സ്വാധീനിക്കുമ്പോൾ അയാളുടെ സംസാരത്തിൽ ഖുർആൻ കടന്നു വരും, അയാളുടെ വാക്കുകളിൽ ഖുർആൻ കടന്നു വരും, അയാളുടെ ശൈലിയിലും സമീപനത്തിലും ഖുർആൻ കടന്നു വരും.